എല്ലാവർക്കും സാധനം ഞാൻ ഇന്ന് റെസിപ്പി ആയിട്ടല്ല വന്നേക്കുന്നത്, ഒരു ടിപ്സ് ആയിട്ടാണ് പറയുന്നേക്കുന്നത്. മീൻ കേടുകൂടാതെ അതായത് ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് 2 കിലോ കിങ് ഫിഷ് ആണ് ഇരിക്കുന്നത്. ഇതിപ്പം നമ്മൾ സാധാരണ നമ്മൾക്കൊക്കെ മാർക്കറ്റിൽ നിന്ന് ഇപ്പം ഞാൻ വില കുറയുന്ന സമയത്ത് ഇതുപോലെ മീൻ മേടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അപ്പം നമ്മൾ സാധാരണ മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നിച്ചായിരിക്കും നമ്മളത് കൂടിനകത്ത് വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആവശ്യമാണെന്ന് പിന്നെ എടുത്ത് അങ്ങനെ വെക്കുമ്പോൾ ആ മീൻ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം പഴകിയ ഒരു ഉണക്ക മീനിൻ്റെ ടേസ്റ്റ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ മീൻ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് മീൻ മേടിക്കുന്ന പോലെ ഇത് ഇരിക്കും. കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല. ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇതൊരു മാസം വരെയെങ്കിലും ഇങ്ങനെ വെച്ചാൽ കേടുകൂടാതിരിക്കും. ഇനിയാണ് ഇത് കഴുകി വെച്ചിരിക്കുന്ന മീനാണ്. കഴുകിയിട്ട് വേണം നിങ്ങൾ ഡപ്പയിൽ വെക്കാൻ. പിന്നെ നമ്മൾ കഴുകാൻ പോകേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ നല്ലത് അപ്പം തന്നെ കഴുകി കൊണ്ടുവരുമ്പം തന്നെ ഇത് ഉപ്പിട്ട് നന്നായി കഴുകിയതിന് ശേഷം മീൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പാത്രം ഒത്തിരി നിറയരുത്, ഒരു പകുതി വരെ ആകാവുള്ളൂ. ഇപ്പം ഇതൊരു പാത്രത്തിൽ വെച്ചു. അടുത്ത പാത്രത്തിലോട്ട് ഇപ്പം ഞാൻ 3ാമത്തെ പാത്രത്തിലോട്ടും ഇത് ഇങ്ങനെ വെക്കുവാണ്. മീൻ കാലിയായി. ഇപ്പം 3 പാത്രമുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴുകി. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അളവ് കണ്ടല്ലോ, ഇത് നിറച്ചല്ല. അതിപ്പം ഒത്തിരി നിറയ്ക്കരുത്. ഇതിൻ്റെ ഒരു എന്താ പറയുക 1/4 ഭാഗത്തോളം നിറയ്ക്കാവുള്ളൂ. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ ഈ മീനിൻ്റെ മേളിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് ഏത് നല്ല ടൈറ്റായിട്ട് ഇത് അടച്ചു വെക്കണം. അതുപോലെ ഈ 2 എണ്ണത്തിന് ഞാൻ വെള്ളം ഒഴിക്കുവാണ്. മീനിനേക്കാളും കുറച്ചുകൂടി മേളിൽ മാത്രം നികത്തി വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നമ്മൾ അടച്ചു വെക്കുന്നു. ഇപ്പം കഴുകി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ആ സമയത്ത് മസാലയൊക്കെ ആക്കി പിന്നെ മീൻ ഇട്ടാൽ പെട്ടെന്ന് മീൻ കറി നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പം അങ്ങനെ 3 ഡപ്പയിൽ ഞാൻ മീൻ വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റുള്ള പാത്രമായിരിക്കണം, നികത്തി വെള്ളം ഒഴിക്കണം, നന്നായിട്ട് കഴുകി നിങ്ങൾ വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ ഇത് ഫ്രീസറിൽ വെക്കണം. ഒരിക്കലും നമ്മുടെ പച്ചക്കറി വെക്കുന്നതിൻ്റെയോ താഴത്തെ തട്ടിലൊന്നും വെക്കല്ല. ഇത് ഫ്രീസറിൽ തന്നെ വെക്കണം. ആവശ്യാനുസരണ സമയത്ത് ഇതെടുത്ത് കറി വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡോണ കിച്ചണിൽ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.